മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ വയനാട്ടിൽ പൂപ്പലി ഫ്ലവർ ഷോ ആൻഡ് എഗ്രി ഫെസ്റ്റ് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇന്റർനാഷണൽ ഫ്ലവർ ഷോ എന്ന് പറയുന്നത് എല്ലാ കൊല്ലം ജാനുവരി ടൈമിലാണ് കേട്ടോ വയനാട്ടിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 11 മണി 11:30 ആ ഒരു ടൈം ആകുമ്പോഴാണ് നമ്മൾ ഈ ചുരത്തിന്റെ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും നല്ല തണുപ്പുണ്ടായിരുന്നു. അതായത് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് വരുന്ന അറിയാനായിട്ട് പറ്റും. പിന്നെ റോഡിന്റെ രണ്ട് സൈഡിലായിട്ടും വരുന്ന ആ ഒരു മരങ്ങളും അതുപോലെ ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ടുള്ള ആ ഒരു യാത്ര ഒരു പ്രത്യേക ഫീലാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുന്നത് ഒരിക്കലും നമുക്ക് മടുക്കാറില്ല കേട്ടോ. വീണ്ടും വീണ്ടും വരാൻ തോന്നിപ്പിക്കുന്ന എന്തോ ഒന്ന് ഈ ഒരു വയനാടിനുണ്ടെന്ന് തോന്നാറുണ്ട്. വയനാട് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലെ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ കാണാം കേട്ടോ. അപ്പൊ ഈ ഒരു പൂപ്പലി ഫെസ്റ്റ് ശരിക്കും എക്സാക്ട്ലി വരുന്നത് നമ്മൾ വയനാട് എത്തിക്കഴിഞ്ഞിട്ട് ഏകദേശം പിന്നെ 1 മണിക്കൂർ പോകാനുണ്ട് കേട്ടോ. അമ്പലവയൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പൊ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഗൂഗിൾ പേയും ക്യാഷ് 2 കൗണ്ടർ ആയിട്ടാണുള്ളത്. കുട്ടികൾക്ക് 30 രൂപയും മുതിർന്നവർക്ക് 60 രൂപയുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ എൻട്രി വരുന്നത് ഇവിടെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന എൻട്രിയിലായിരുന്നു. അവിടെ പക്ഷെ ഇതേപോലെ എൻട്രി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഈ ഒരു എൻട്രീന്റെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തത് അടിപൊളിയായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയായിട്ടല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നതിന്റെ 10 ഇരട്ടി ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആക്ച്വലി കയറിയിട്ടുണ്ടായിരുന്ന എൻട്രീന്റെ ഭാഗം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് കോസ്മോസിന്റെ ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ. അതായത് ആ ഒരു ഫ്ലവേഴ്സിന് കോസ്മോസ് എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്. ഈ ഒരു പൂവ് ഇതിന്റെ തന്നെ പല കളർ ഉണ്ടായിരുന്നു. വൈറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ലൈറ്റ് പിങ്ക് വരുന്നുണ്ടായിരുന്നു, പിന്നെ ആ ലൈറ്റ് പിങ്കിൽ തന്നെ വെറൈറ്റി ഷെയ്ഡ്സ് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഡാർക്കിലോട്ട് പോയിട്ട് നല്ലൊരു റോസ്, മജന്ത അങ്ങനത്തെ ഒരു കളർ, അങ്ങനെ പല ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫ്ലവർ. പിന്നെ ഇങ്ങനെ മുളേന്റെ അവരൊന്നായിട്ട് കൂട്ടി കെട്ടിയിട്ട് ഇങ്ങനെ അതിന്റെ താഴെ നിന്ന് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാനായിട്ട്. പിന്നെ ഇത് ഫുള്ള് നല്ല റെഡ് കളറുള്ള ഡാർക്ക് റെഡ് കളറുള്ള ബോഗൻവില്ലാസ് ആണ്. ഇവിടെ ഇങ്ങനെ ഓരോ മരങ്ങളും അതിന്റെ കൂടെ തന്നെ അതിന്റെ സയന്റിഫിക് നെയിംസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് ജമന്തി ആയിരുന്നു ഇട്ടുണ്ടായിരുന്നത്. നല്ല റോസ് കളറിലുള്ള ജമന്തി പൂവും അതുപോലെ തന്നെ നല്ല വയലറ്റ് കളറുള്ളതും അതുപോലെ വൈറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു മരം ഫുള്ള് സപ്പോർട്ടായിരുന്നു. ഒരു മരത്തിൽ തന്നെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ക്യാബേജസ് ഇങ്ങനെ ചട്ടിയിലാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് ചെട്ടിപ്പൂവാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നതിന്റെയൊക്കെ ഇരട്ടി ഭംഗിയുള്ള രീതിക്കാണ് ഇനി വരുന്ന ഫുൾ ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ കണ്ടതൊന്നും ഒന്നുമല്ലാന്ന് തോന്നിപ്പോട്ടോ നമുക്ക് ഈ ഒരു ഭാഗം എത്തുമ്പോഴേക്കും. ഫുള്ള് ഇങ്ങനെ വാടാർമല്ലിപ്പൂ ഉണ്ടല്ലോ, അത് സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഫ്ലവറിന് പറയാ ഡാലിയ എന്നാണ്. അതിന്റെ തന്നെ ഒരുപാട് കളേഴ്സ് ഇങ്ങനെ ഒരുമിച്ച് നട്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയേറെ കാണാൻ വേണ്ടിയിട്ട്. എനിക്കിങ്ങനെ നിങ്ങൾ ഈ വീഡിയോയിലൊക്കെ കാണുന്നതിന്റെ ഇരട്ടി ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയിട്ട് പോയി കാണുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ജാനുവരി 15 വരെ ഉണ്ട് കേട്ടോ ഈ ഒരു പൂപ്പൊലി ഫെസ്റ്റ്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന മയിലുണ്ടല്ലോ, ആ മയിലിന്റെ പീലി പോലെയാണ് കേട്ടോ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഓരോ പീലി പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫ്ലവർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു ടോപ്പ് വ്യൂ അതിൽ കാണുമ്പോഴാണ് കറക്റ്റായിട്ട് അത് മനസ്സിലാവുക കേട്ടോ. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്.
ചെട്ടിപ്പൂ കൊണ്ട് നിറഞ്ഞിരിക്കുക കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ ചെട്ടിപ്പൂ എന്നാണ് പറയാ. ആൻഡ് ഓറഞ്ച് കളറുള്ളതും മഞ്ഞ കളറുള്ളതും, അതും ഓരോ പൂവും നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് ആയിട്ട് എങ്ങനെ പറയാ, ഒരു കുത്തോ കോമയോ ഇല്ലാതിരിക്കുക എന്ന് പറയില്ലേ, കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് പൂ ആണെന്ന് തോന്നും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അത്രയും ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഫ്ലവേഴ്സ്. അതും ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് ഒരു ലേക്ക് പോലെ ഉണ്ട്, അതിന് ചുറ്റുമായിട്ടാട്ടോ ഈ ഒരു ചെട്ടിപ്പൂ നട്ടിരിക്കുന്നത്. എന്താ പറയുക, ലവ് ചിഹ്നത്തിന്റെ ഷേപ്പ് വരുന്ന ഒരു ആർച്ച് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് കളറുള്ള കണ്ടോ കുഞ്ഞു കുഞ്ഞു ചട്ടിയിൽ ഇങ്ങനെ ഒരു പച്ച കളറിലുള്ള ഒരു പുല്ല് പോലത്തെ ചെടി നട്ടിട്ടാട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അതങ്ങനെ മനസ്സിലാവില്ല കേട്ടോ, അടുത്തേക്ക് വരുമ്പോഴാണ് ഈ ഒരു രീതിക്കാണ് അത് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാവുക. ഭാഗം കണ്ടില്ലേ, നല്ലൊരു ഗ്രീൻ സംഭവമൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള അതിങ്ങനെ ഫ്രണ്ടിലോട്ട് ഒരു പ്രൊജക്ട് ചെയ്ത് നിൽക്കുക കേട്ടോ, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ലേക്കിലോട്ട്. അപ്പോൾ നമുക്ക് അതിനുള്ളിലോട്ട് ഇങ്ങനെ പോയിട്ട് നമുക്ക് ഈ ഒരു ലേക്കിന്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാം. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ വന്നിട്ടുള്ള സ്ഥലമാണ് നമ്മളെ ലെഫ്റ്റിൽ കാണുന്നത്. ഈ ഒരു ലേക്കിൽ ഒരുപാട് മീനുണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. അത് നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാം. ഉള്ളിൽ ഇഷ്ടം പോലെ മീനുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഉള്ളിലൂടെ ഇങ്ങനെ വലിയ വലിയ മീനുകൾ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നേ. ഫുള്ള് റോസസ് ആയിരുന്നു കേട്ടോ. എന്ത് ഭംഗിയാണ് റോസസ് ഒക്കെ കാണാൻ. നല്ല ഡാർക്ക് റെഡ് കളറിലുള്ളതും അതുപോലെ തന്നെ യെല്ലോ കളർ, വൈറ്റ് കളർ, പിങ്ക് കളർ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഷെയ്ഡ്സിൽ വരുന്ന റോസസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ, അത് ഫുള്ളൊരു ചെടി വെച്ചിട്ട് അവരിങ്ങനെ ഒരു എന്താ പറയുക പന്തലൊക്കെ പോലെ സെറ്റ് ചെയ്യാന്ന് പറയും. അതിനടിയിലൂടെ നമുക്ക് പോകാനായിട്ട് പറ്റും കേട്ടോ, സ്റ്റെപ്പ് കയറിയിട്ട്. പക്ഷെ ഞങ്ങൾ ആദ്യം അങ്ങനെ മുകളിലോട്ട് കയറിയില്ല. നമ്മൾ ഏത് വഴിക്കാണോ പോകുന്നത് ആ ഒരു വഴിയിൽ നിന്ന് നേരെ പോകുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫുള്ള് സ്റ്റോൾസ് ആണ് വരുന്നത്, ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ടുള്ള. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് താഴേക്കായിട്ടാണ് കേട്ടോ റൈഡൊക്കെ ചെയ്യാനുള്ള സംഭവങ്ങൾ വരുന്നത്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ സ്റ്റേജ് ഒക്കെ ആ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ സ്റ്റാളിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരുപാട് സെക്ഷൻ ആക്കിയിട്ട് തിരിച്ചിട്ട് നമുക്കിങ്ങനെ നടന്നു പോയിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റുന്ന രീതിക്ക് ഒരുപാട് ഐറ്റംസ് സെയിലിനുണ്ടായിരുന്നു. ഈ കാണുന്നതൊക്കെ ഹൈബ്രിഡ് വിത്തുകളാട്ടോ, പച്ചക്കറികളുടെയും അതുപോലെ തന്നെ പൂ വരുന്ന ചെടികളുണ്ടല്ലോ, പൂച്ചെടികളുടെയൊക്കെ ഹൈബ്രിഡ് വിത്തുകളാണ്. ഈ പച്ചക്കറിൻ്റെ ഒക്കെ വിത്തിന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നപ്പോൾ 20-30 രൂപയൊക്കെയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്.
കാണുന്ന ഫുള്ള് പഴയകാല മിഠായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഐറ്റംസ്, പലതും നമ്മൾ പണ്ടൊക്കെ കഴിച്ചിട്ടുള്ള മിഠായികളുണ്ട്, പിന്നെ ചിലതൊക്കെ നമുക്ക് കാണാത്ത അത്രയും വെറൈറ്റി ആയിട്ടുള്ള മിഠായികളാണ് കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നേ. ഫാൻസി ഐറ്റംസ് ഒക്കെ ചില ഷോപ്പിൽ മാത്രമായിട്ട് അത്രയും അഫോർഡബിൾ റേറ്റ് ഉള്ളത്. ഇപ്പം ഈ ഒരു കാണിക്കുന്ന ഷോപ്പിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത്യാവശ്യം എനിക്ക് റേറ്റ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ സാധനം എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ നോക്കിയപ്പം എനിക്ക് അത്ര അഫോർഡബിൾ ആയിട്ട് തോന്നിയില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ 20-30 രൂപയ്ക്കൊക്കെ ഫാൻസി ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നീട് വരുന്ന സെക്ഷനിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഷോപ്പിൽ ഏതെടുത്തു കഴിഞ്ഞാലും 20-30 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ ഫുള്ള് കഴിഞ്ഞ ശേഷം അതിന് തൊട്ട് ബാക്കിലായിട്ട് വരുന്നത് ഫുഡ് കോർട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡിനുള്ള മുളക് ബജ്ജി, കോളിഫ്ലവർ അങ്ങനത്തെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചായ, ജ്യൂസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ പൂച്ചെടികൾ, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, അതിൻ്റെയൊക്കെ തൈകൾ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ പൂച്ചട്ടികൾ ഉണ്ടായിരുന്നു. 10 എണ്ണത്തിന് 100 രൂപ ആ ഒരു റേറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് കുഞ്ഞു ചട്ടിക്കൊക്കെ. അതൊക്കെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് തോന്നി. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള റൈഡിന്റെ സെക്ഷൻ ഇവിടെ ആട്ടോ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈവനിങ് ടൈമിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ ജയന്റ് വീല്, പിന്നെ അതുപോലെ ഈ ഒരു ഐറ്റം ഒക്കെ ഇപ്പം ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു റൈഡാണ്. അതുപോലെ കുട്ടികൾക്കുള്ള റൈഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കുള്ള റൈഡിനൊക്കെ 50 രൂപയാണ് കേട്ടോ ഒരാൾക്ക് എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ജയന്റ് വീല്, അതുപോലെ വലിയ ആളുകൾക്ക് കയറാൻ പറ്റിയിട്ടുള്ള ഇങ്ങനത്തെ റൈഡ്സിലൊക്കെ 100 രൂപയാണ് കേട്ടോ ഒരാൾക്ക് റേറ്റ് വരുന്നത്. പിന്നെ ഇതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് സ്റ്റേജും സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എഗെയിൻ നടന്ന് നമ്മൾ നേരത്തെ വന്നിട്ടുള്ള സെയിം സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുകളിലുള്ള സെക്ഷനിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. VR, അതായത് വെർച്വൽ റിയാലിറ്റി ഗെയിംസ്, ഇതിന്റെ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 100 രൂപയാണ്. പിന്നെ അതിന്റെ സൈഡിലായിട്ട് എഗെയിൻ ഒരു സ്റ്റാളിന്റെ ഫുൾ ഏരിയ ആണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇവിടെ ഓർക്കിഡ് ചെടികളുടെ വിത്തുകൾ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഫ്ലവേഴ്സിന്റെ ഒക്കെ സെക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പോലെ ഒരുപാട് എന്താ പറയുക ചെടികള്, അങ്ങനെ ചെടികളുടെ തൈകള്, അങ്ങനെ ഒരുപാട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കാണാൻ പോകുന്ന ഏരിയയിൽ ഫുൾ ഇങ്ങനെ ആനിമൽസ് ആയിരുന്നു കേട്ടോ. ഇത് ഗിനിപ്പന്നി ആയിരുന്നു കേട്ടോ. ഈ ഗിനിപ്പന്നി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇത് മുയലാണ്, മുയലിന്റെ ഒരു തരം എന്താ പറയുക കാറ്റഗറി ആണെന്ന് തോന്നുന്നു ഗിനിപ്പന്നി. ഇതിന് എന്ത് ഭംഗിയാന്ന് പറയാൻ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു. നമുക്കിങ്ങനെ ഇങ്ങനെ കണ്ട് നിന്ന് പോകും. എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ആനിമൽസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു സെക്ഷൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന വലിയ മുയലുകളായിരുന്നു കേട്ടോ. ഈ മുയലിനെയും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇതിന്റെ തന്നെ 2 ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒന്ന് ഫീമെയിലും ഒന്ന് മെയിലും ആണെന്ന് തോന്നുന്നു. പിന്നെ
അടുത്തത് വരുന്നത് താറാവായിരുന്നു കേട്ടോ. ഇത് കുട്ടനാടൻ താറാവെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ ഓരോ കൂടിന്റെ മുന്നിലായിട്ടും അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്ന് കൂടി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മണിത്താറാവാണേ. പിന്നെ ഈ ഒരു പ്രാവിനെ കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. ആള് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ തല ഇങ്ങനെ ചരിച്ചിട്ട് ഒരു പ്രത്യേക ഒരു നോട്ടൊക്കെ നോക്കിയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. നല്ല ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതിന്റെ തൊട്ടടുത്തുള്ള സെക്ഷൻ എന്ന് പറയുന്നത്, അതായത് ആ ഒരു ആനിമൽസിന്റെ ഒക്കെ സെക്ഷനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ പ്ലേ ഏരിയ വരുന്നത് കേട്ടോ. ഫുള്ള് ഈ ഒരു ഫ്ലവർ ഷോ മൊത്തം അവർ ലൈറ്റ്സ് കൂടി വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യൂ അടിപൊളിയായിട്ടോ. നമ്മൾ ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് അത്രയും ടൈം ഇവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഈവനിങ് ആ ഒരു ലൈറ്റ്സ് ഒക്കെ ഇടുമ്പോൾ എന്തായാലും 6 മണി 6:30 ടൈം ആവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് അതിന് കൂടി നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് നിന്നിട്ട് ആ ഒരു ഈവനിങ്ങിലെ ലൈറ്റ് കൂടി ഇട്ട് കണ്ട ശേഷം നിങ്ങൾ പോവുക. കാരണം അത് അടിപൊളി വ്യൂ ആണ്. പിന്നെ ഈ ഒരു സെക്ഷൻ ഫുള്ള് നമ്മുടെ സൺഫ്ലവർ, നമ്മുടെ സൂര്യകാന്തി പൂവിന്റെ തോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കേണ്ടവർക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ അവർ ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ കൂടി ഒരുക്കിയിട്ടുണ്ട്. ബിരിയാണി അതുപോലെ തന്നെ എണ്ണക്കടികളൊക്കെ കിട്ടുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. ബിരിയാണിക്കൊക്കെ 120 രൂപയാണ് റേറ്റ് വരുന്നത്. നേരത്തെ കണ്ടിട്ടുള്ള ലേക്കിന്റെ അതിന്റെ റൈറ്റ് സൈഡിലെ ഭാഗം ഇതുപോലെ ഒരു പാലം പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കൂടെ പോയി കഴിഞ്ഞാൽ എക്സിറ്റ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു ഏരിയ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു പോകാനുള്ള ഭാഗമാണ്. ഫ്ലവർ ഷോന്റെ എക്സാക്ട് എൻട്രൻസ്, അതായത് ശരിക്കുള്ള എൻട്രി വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പം നമ്മൾ കോഴിക്കോട് ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് കൂടെ വരുമ്പം നമ്മൾ നേരത്തെ ഞാൻ ഈ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുള്ള ഭാഗത്ത് കൂടിയാണ് കയറുക. പക്ഷെ ഇതിന് എക്സാക്ട് എൻട്രി എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇത് ഞാൻ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു പൂപ്പൊലിന്ന് എഴുതിയിട്ടുള്ള ഈ ഫ്ലവറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഭാഗം. സോ അങ്ങനെ
നമ്മൾ ഫൈനലി നമ്മൾ കയറിയിട്ടുണ്ടായിരുന്ന എൻട്രൻസ് ആണ് ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ ഇത് ആ ദൂരത്തായിട്ട് കാണുന്നത്. ആ ഒരു ഭാഗത്തു കൂടിയായിരുന്നു നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോന്റെ ടോപ്പ് എന്നുള്ള വ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നേരത്തെ ഒരു മയിലിനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ മയിലിന്റെ ടോപ്പ് വ്യൂ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു പീലി പോലെ വരുന്ന ഭാഗത്ത് ഫ്ലവർ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുമാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ പോയി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്ത് തന്നെ ഈ ഒരു ഫ്ലവർ ഷോ നിങ്ങൾ കാണാം കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും, പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മുടെ യൂട്യൂബ് ഫാമിലി ഒരു അംഗമായിട്ട് മാറുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.